അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഈ കോലത്തിലാണെങ്കിൽ പമ്പേഴ്സേജ് ഒരുപാട് ഇന്നാലില്ല ചൊല്ലേണ്ടി വരും. സുന്നി വോയിസിൽ എഴുതിയത് കേട്ടിട്ട് അവനെന്ത് ചെയ്തു, ആകെ അത്ഭുതപ്പെട്ടു പോയി. ഇന്നാലില്ലൊക്കെ ചൊല്ലിയിട്ട് ഭയങ്കര അജായിബ് കാണിക്കുന്നുണ്ട് പമ്പേഴ്സ്. ഒന്ന് കണ്ടു നോക്കാം നമുക്ക്. ഇന്നാലില്ല. ഈ അടുത്ത് നോക്കൂ നിങ്ങൾ, സുന്നി വോയിസ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണ ഒരു മാസിക, സുന്നി ശബ്ദാണേലേ. അതിൽ ഷെയ്ഖുനാനെ കുറിച്ച് ചങ്ങായി ഇതാണ്, ഷെയ്ഖുന മജ്ദൂബായിരുന്നു. ഇന്നാലില്ല. ഇപ്പൊ എന്തിനാ ഇന്നാലില്ല ചൊല്ലിയത് അറിയോ? ഷെയ്ഖുന CM വലിയുല്ലാഹി മജ്ദൂബാണ് എന്ന് സുന്നി വോയിസിൽ എഴുതി എന്നുള്ള വിഷയമാണ്. സുന്നി വോയിസിൽ മടവൂർ ഷെയ്ഖുന മജ്ദൂബാണ് എന്ന് എഴുതി. അത് ഭയങ്കര അബദ്ധമാണ്, അപകടമാണ് എന്നാണ് ഇവൻ ഈ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയും കൂടി പറയട്ടെ. ഷെയ്ഖുനാനെ മജ്ദൂബാക്ക ഷെയ്ഖുന തന്നെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ എനിക്ക് ജദ്ബില്ലാണ്. ഇത് അപ്പൊ അക്കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയ്ഖുന മജ്ദൂബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഷെയ്ഖുന കേട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പം പറഞ്ഞതിൻ്റെ ആകെത്തുക എനിക്ക് മനസ്സിലായത് കേട്ടോ. അക്കാലഘട്ടത്തിൽ തന്നെ മഹാനായ മടവൂർ ഷെയ്ഖുന CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ വഫാത്താകുന്ന 1991 കാലഘട്ടങ്ങളിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ മുമ്പ് അക്കാലഘട്ടത്തിലുള്ള ആളുകൾ പറയുമ്പോൾ തന്നെ മഹാനായ മടവൂർ CM വലിയുല്ലാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ജദ്ബുണ്ട് എന്ന്. പ്രവർത്തനങ്ങൾ ചിലത് കാണുമ്പോൾ അങ്ങനെയാണല്ലോ പറയലോ, മജ്ദൂബാണ് എന്ന് പറയലോ. അപ്പോൾ മഹാനായ മടവൂർ CM വലിയുല്ലാഹി പറഞ്ഞു എനിക്ക് ജദ്ബില്ല. ആ ജദ്ബില്ല എന്ന് പറഞ്ഞതും മജ്ദൂബായ അവസ്ഥയിലാണ് എന്നാണ് പൊർമൾ ഉസ്താദ് പറഞ്ഞത് കേട്ടോ. എന്നിട്ട് എന്തെല്ലാം അതിനെ പറ്റി പറഞ്ഞുകൊണ്ട് എടുക്കണേതായാലും ഇനി ഇവൻ മജ്ദൂബല്ല, ജദ്ബില്ല, ഇന്നാലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുന്നി വോയിസ് കീറി വലിച്ചെറിയുന്നുണ്ട്. വേറൊരു മോയന്ത് ഷെയ്ഖുൽ മശായിഖാണെന്ന് ലോകം രേഖപ്പെടുത്തിയ ഒരു മഹാനെ സംബന്ധിച്ച് ബുദ്ധിക്ക് സ്ഥിരമില്ലാത്ത അവസ്ഥയിൽ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാൻ, അത് എഴുതി പിടിപ്പിക്കാൻ മാത്രം ഈ പത്രം മതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ ഈ പത്രം ഭൂമി ലോകത്ത് നിലനിൽക്കാൻ പാടില്ല. ഇത് ചീന്തി പറിച്ച് കളയേണ്ട സാധനമാണ്. ഇതിനൊന്നും ഭൂമിയിൽ നിലനിൽപ്പില്ല. ഇതിനെ ഇങ്ങനെയല്ലാതെ ഇതിന് വേറെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ആ സാധനം ഭൂമിയിൽ നിൽക്കാൻ പാടില്ല. കാരണം ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖ് മടവൂർ അള്ളാഹുവിന്റെ റസൂലിന്റെ നേരിട്ടുള്ള വാരിസാണവർ. അവരുടെ മഹത്വം അതാണ്. അത് ഞാൻ 4 വാങ്ങി വെച്ചിന്, പേടിക്കേണ്ട അടുത്തിലുണ്ടാവും. എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? ഇവർ എവിടേക്കായി കൊണ്ടുപോകുന്നത്? കേട്ടില്ല നിങ്ങള്? ഇത് നൗഷാദാ എന്താ കാട്ടണത്? ഷെയ്ഖ് മടവൂർ CM വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ മജ്ദൂബായിരുന്നു എന്ന് ആ ബുക്കിൽ എഴുതിയപ്പോൾ ആ ബുക്കിനെ പരസ്യമായി കൊണ്ട് ചീന്തി വലിച്ചെറിയുകയാണ്. എന്നാൽ ഉഷാദെ നിന്നോട് ചോദിക്കട്ടെ, നീ ആ ഒരു ബുക്കല്ലേ പറ്റി ചീന്തി വലിച്ചെറിഞ്ഞത്? എന്നാൽ സമസ്തയുടെ ആദ്യകാലഘട്ടത്തിലെ ശംസുൽ ഉലമ EK ഉസ്താദ് തന്നെ സെക്രട്ടറി സ്ഥാനത്തേക്ക്, അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട കസാലയിലേക്ക് ഇരുത്തിയ ആളാണ് മഹാനായ ചെറുശ്ശേരി ഉസ്താദ്. ചെറുശ്ശേരി ഉസ്താദ് മഹാനായ മടവൂർ CM വലിയുല്ലാഹി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞത് മജ്ദൂബാണ് എന്നാണ്. ആ മജ്ദൂബാണ് എന്ന് പറഞ്ഞ ചെറുശ്ശേരി ഉസ്താദിൻ്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടിക്കൊണ്ട് നിങ്ങൾ രണ്ടാളും പോയി സിയാറത്തൊക്കെ ചെയ്തു പോന്നല്ലോ. ഇനിയിപ്പോൾ എന്താ കാട്ടുക? അല്ല, ഇപ്പോഴാണുള്ളപ്പോൾ എനിക്ക് ഈ വിവരം വരുന്നത്, വെളിച്ചം വന്നിട്ട് ഇപ്പോഴാണല്ലോ. അതാണുള്ളപ്പോൾ ഇന്നലെയൊക്കെ പേപ്പർ പുസ്തകം ചീന്താൻ കാരണം. മടവൂര് മജ്ദൂബാണ് എന്ന് ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ചങ്ങായി ഇന്നലെ ഞാൻ ഇട്ടിരുന്നു, ഒന്നും കൂടി ഇട്ടുതരാം, കേട്ടോക്കാം. എന്താ പറഞ്ഞത്?
CM എന്ന് പറഞ്ഞാൽ ഒരു മജ്ദൂബായ വലിയാണ്, ജുദുബിൻ്റെ ഹാലിലെത്തിയ ആളാണ്. പകലിൽ വെള്ളം കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ചെറുശ്ശേരി ഉസ്താദ് മടവൂർ CM വലിയുള്ളാഹി സംബന്ധിച്ചു പറയുന്നു. എന്ത് പറയാനുണ്ട് നിനക്ക്? ക്ലിപ്പിട്ട് സംസാരിക്കാൻ ധൈര്യമുണ്ടോ? ചെറുശ്ശേരി ഉസ്താദിനെതിരെ പറയടാ. ചെറുശ്ശേരിക്ക് അന്തണ്ടായിരുന്നില്ല എന്നൊന്ന് പറയേ. ചെറുശ്ശേരി പറഞ്ഞത് കളവാണെന്നൊന്ന് പറയേ. അല്ലെങ്കിൽ ചെറുശ്ശേരിയെ ചവിട്ടി പുറത്താക്കാനുള്ള വാക്കുകളൊന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കേ. ഒന്ന് കേൾക്കട്ടെ. വേണ്ട, ഇനി ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. ഇനി പമ്പൈസ് ഒന്ന് വരട്ടെ, പമ്പൈസും കൂടി ഒന്ന് വരട്ടെ. പ്രത്യേകിച്ച് കൊറോണ വന്നപ്പോൾ എല്ലാവരും വീട്ടിലായി. വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന സേവനങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. യൂട്യൂബുകൾ സജീവമായി. നല്ലോണം ശ്രദ്ധിച്ചോളിട്ടോ. പമ്പൈസ് പറയണത് യൂട്യൂബുകളൊക്കെ സജീവമായി കൊറോണ സമയത്ത്. എന്നിട്ട് പല ആളുകളും ആ സമയമൊക്കെ നല്ലതിന് ഉപയോഗപ്പെടുത്തി. കുറെ ആളുകൾ അതൊക്കെ നല്ലതിന് ഉപയോഗപ്പെടുത്തി. ഇനി ഉപയോഗപ്പെടുത്തിയ ആളെയും പറയുന്നുണ്ട്. അതും കൂടി ഒന്ന് കേൾക്കണേ നമുക്ക്. മടവൂര് കാഫില എന്ന പേരിൽ തന്നെ പ്രത്യേകം ചാനലുകൾ വന്നു. കേട്ടില്ലേ? മടവൂര് കാഫില എന്നുള്ള പ്രത്യേക ചാനൽ വന്നു. ഓക്കെ, പറയും. ആ ചാനലുകൾ എന്താണ്? അതുണ്ടാക്കണ മറ്റേ നമ്മൾ കൂട്ടുകാരൻ അവര് ഈ കാലഘട്ടത്തിലെ ശത്രുഫിയാണ് ഒരർത്ഥത്തിൽ. അപ്പൊ മടവൂർ കാഫില നടത്തുന്ന അമ്മോലിയര് ഇക്കാലഘട്ടത്തിലെ സത്ലൂഫിയാണ്. മനസ്സിലായില്ലേ? ഇക്കാലഘട്ടത്തിലെ സത്ലൂഫിയാണ്. ബാക്കി വലിയ വിജ്ഞാനത്തിന്റെ വിഷയമല്ല. എന്താ ശത്നൂഫി ചെയ്തത്? മൊയ്തീൻ ഷെയ്ഖിന്റെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചു, അവിടുന്ന് പകർത്തി, ആരൊക്കെ പറഞ്ഞതൊക്കെ കിതാബ് എന്നൊക്കെ ശേഖരിച്ച് മടവൂർ കാഫില എന്നതുപോലെ. അതാണ് ബഹിജ എന്ന് പറഞ്ഞാൽ. ബഹിജത്തുൽ അസ്റാർ എന്ന് പറഞ്ഞ കിതാബ് ഷെയ്ഖ് ജീലാനി തങ്ങളുടെ കറാമത്തുകളാണ്. ഇന്നാലിന്റെ ഷെയ്ഖ് പറഞ്ഞു, ഒരു ദിവസം ഷെയ്ഖ് ജീലാനിയോടുകൂടെ സഞ്ചരിച്ചപ്പോൾ ഇങ്ങനെയുണ്ടായി. അതുപോലെ അവിടുത്തെ മനാക്കിബുകൾ ഷെയ്ഖ് ജീലാനി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു. ആര് പറഞ്ഞു? ഇന്നാലിന്ന പണ്ഡിതൻ പറഞ്ഞു, ഇന്നാലിന്ന ആള് പറഞ്ഞു. ഇതന്നല്ലേ നമ്മളെ മടവൂർ കാഫിലയിൽ ഷെയ്ഖുനാൻ അനുഭവിച്ച ആളുകൾ അവർ നേർക്കുനേരെ പറയാണ്. ശത്രുഫിന്റെ കിതാബിനേക്കാൾ രേഖ വ്യക്താണ് ഇന്നത്തെ കാലം. ശത്രുഫി പറഞ്ഞ പണ്ഡിതന്മാരാർക്കും കാണാൻ കഴിയൂല, അവരെ വാക്കുകൾ കേൾക്കാൻ കഴിയൂല. ഇത് ഈ ആൾക്കാർ ഉടലോടെ അവർക്ക് വന്ന് പറയുകയാണ്, അതിന്റെ രൂപം കാണുകയാണ്, അവരെ സംസാരം കേൾക്കുകയാണ്, വേറൊന്നും അതിന് കൂട്ടണില്ല. നമുക്ക് കേട്ടോളിട്ടോ, ശരിക്കും കേട്ടോളി. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ചരിത്രങ്ങളൊക്കെ സത്നൂഫി എന്ത് ചെയ്തു? ചരിത്രങ്ങൾ ഓരോ പണ്ഡിതന്മാരോടും ആളുകളോടും ചോദിച്ച് ശേഖരിച്ച് എഴുതിണ്ടാക്കി. അതിൻ്റെ പേരാണ് ബഹിജ എന്ന് പറഞ്ഞ കിതാബ്. എന്നാൽ അതിനേക്കാൾ പവറാണ് ഏതെനിക്ക് മടവൂർ കാഫിലക്ക്. കാരണം ഇവൻ പറഞ്ഞ കേട്ടോ, മടവൂർ കാഫില എന്നുള്ളത് ആകെ നടന്ന് ഓരോരുത്തരെയും കണ്ട് അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. ഇന്ന് തന്നെ നേർക്ക് നേരെ കൊടുക്കുകയാണ്. അത് അതിനേക്കാൾ ഒന്നും കൂടി കൂടുതലാണ് അറിയാൻ നല്ലത് എന്നാണ് ഇവൻ പറയുന്നത്. എന്നാൽ ഓക്കെ, ഇപ്പോൾ മടവൂർ കാഫിലക്കാണല്ലോ ഇത് കൊടുക്കുന്നത്. ഈ മടവൂർ കാഫിലയിൽ പറയുന്ന ഈ ചങ്ങാതി പോയി ചോദിക്കുന്ന ആളുകൾ മുഴുവനും പറഞ്ഞത് മഹാനായ മടവൂർ CM വലിയുള്ളാഹി മജ്ദൂബാണ് എന്ന. അതിനെപ്പറ്റി ഇത് കേട്ടിക്കണത് എന്നാ കേട്ടോ. ഈ ചങ്ങായി പോയിട്ട് ചോദിക്കുന്ന ആളുകൾ ഓരോരുത്തർ വരട്ടെ, എന്നിട്ട് നമുക്കൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ അന്ന് ഷെയ്ഖുന റൂമിലേക്ക് വിളിച്ചു. റൂമിലേക്ക് വിളിച്ചപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഷെയ്ഖുനാനെ കാണുകയല്ലേ? അപ്പോൾ ഷെയ്ഖുനയുടെ ആ രൂപം എങ്ങനെയായിരുന്നു? അന്ന് ഷെയ്ഖുന ചെറിയൊരു കുറേ ഇതിലുണ്ട്, എങ്ങനെ ഒരു മസ്ത് പിടിച്ച സമയം. അപ്പോൾ ഷെയ്ഖുനാനെ കണ്ടപ്പോൾ, ഷെയ്ഖുന എന്ന് പറഞ്ഞ ഇയാൾ ആരെ പറയണത്? മടവൂർ CM വലിയുള്ളാഹിയെ. അന്ന് CM വലിയുള്ളാഹിയെ കണ്ടപ്പോൾ മസ്ത് പിടിച്ചൊരു സമയമാണ്. മടവൂർ കാഫിലയിലാണ് ഈ പറയുന്നത്. സത്നൂഫിനേക്കാൾ പവർ ഉണ്ടല്ലോ. എങ്ങനെ? എന്നുവെച്ചാൽ മുടിയൊക്കെ ഒരു ഇത് എടുത്തിട്ട് താടിയൊന്നും വന്നില്ല. ആ താടി മുടിയൊക്കെ പാട് ഒഴിവാക്കി ആകെ ഒരു മസ്ത് പിടിച്ചതായിട്ടാണ് മൂപ്പർക്ക് കാണാൻ സാധിച്ചത്. ഇതെതിലൂടെയാണ് പ്രചരിപ്പിക്കുന്നത് അറിയോ?
ഇത് പറയപ്പെട്ട മടവൂർ കാഫിലയിലൂടെ പ്രചരിപ്പിക്കുന്നു. അടുത്തത് വരട്ടെ, അടുത്ത ആൾ വരട്ടെ. അങ്ങനെ ഷെയ്ഖുന അടുത്തുനിന്ന് എത്ര കൊല്ലം ഓതിയതിനു ശേഷമാണ് ഷെയ്ഖുന? ഞാനൊരു കൊല്ലത്തിന്റെ അടുത്തേ ഓതിയുള്ളൂ. മടവൂർ CM വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ അടുത്ത് ഓതിപ്പടിച്ച മുതഅല്ലിമായ ഈ പണ്ഡിതൻ പറയുന്നതെന്ന് കേട്ടു നോക്കൂ. മസ്തുണ്ടോ അല്ലേ എന്നുള്ളത്. വന്നപ്പോൾക്ക് വേറെ മുപ്പരത്തിലായി പോയി, ജദബിന്റെ ഹാലത്തിലേക്ക്. എങ്ങനെ മടവൂരിൻ്റെ അടുത്ത് ഒരു കൊല്ലം ഓതി കഴിഞ്ഞപ്പോൾ പിന്നെ ഓതാൻ പറ്റിയില്ല. കാരണം എന്താണ്? മടവൂർ ജദബിൻ്റെ ഹാലിലേക്കായി മാറി. മടവൂർ ജദബിൻ്റെ ഹാലിലേക്കായി മാറി. സത്ലൂപ്പിൻ്റെ മേലെയാണ് ഏത് മടവൂർ കാഫില. എന്നിട്ട് ആ സുന്നി വോയിസ് കീറിയിടുന്ന് ആദിക്ക് കാഫില വെടിവെച്ച് തകർത്ത് ആട്ടിവിട് കാഫിലനെ. കാഫിലയിലാണ് കൂടുതൽ അതിനെപ്പറ്റി പറഞ്ഞത്. സുന്നി വോയിസിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ലക്കത്തിൽ പിന്നെ 4-5 വരിയല്ലേ എഴുതിയിട്ടുള്ളൂ. ഇത് കാഫിലയിൽ ഉടനീളം ഇതാണ് പറയുന്നത്. മടവൂർ CM വലിയുള്ളാഹി ജദബിലാണ്, മജദൂബാണ്, മസ്താനാണ് എന്നൊക്കെ പറയണേ. ഇനി ബാക്കി ഇപ്പൊ കേട്ടോ. അങ്ങനത്തെ ഒരു അന്ന് വെച്ചാൽ അടിയേണ്ട ഒരു അടിക്കുന്ന ഒരു കാലഘട്ടം. ജദബിന്റെ ഹാലുണ്ടല്ലോ, ആ ഹാലിലാണ് ഇവിടെ താമസിച്ചിരുന്നത്. വല്ലാത്തൊരവസ്ഥ. ജദബിന്റെ ഹാലിലായിരുന്നു താമസിച്ചിരുന്നത്. മടവൂരിനെ പറ്റിയിട്ടാ പറയണേങ്ങായി. കുഞ്ഞാമതേ അല്ല, മറ്റേ കുഞ്ഞാമെന്നാ പറയണേ. കുഞ്ഞാമ പോയപ്പോ എവിടെ പോയി അല്ലാഹു ആലം. മറ്റേ പമ്പൈസേ നൗഷോ ജദബിന്റെ ഹാലുണ്ടായിരുന്നു മടവൂർ കാഫിലയിലെ. സദ്ലൂഫിയല്ലേ. അടുത്തത് വരട്ടെ. നോമ്പിനൊക്കെ ആണെങ്കിൽ ചായ ഇങ്ങനെ വാങ്ങിയിട്ട് കൊണ്ടുവരാൻ പറയും. ചായ വാങ്ങിയിട്ട് മൂപ്പരിങ്ങനെ വിളിച്ച് ബാക്കി കൊടുക്കും. അപ്പോൾ കുടിക്കുകയാണെങ്കിൽ അതാ പറഞ്ഞ മടവൂര് റമദാനിന് പകല് ചായ കുടിച്ചൊരു കാര്യം പറയാം. ചായ കുടിച്ചിട്ട് എന്ത് ചെയ്തു? മൂപ്പര് ബാക്കി വേറെ ആൾക്ക് കൊടുത്തപ്പോൾ ഓൻ കുടിച്ചെന്നുണ്ടപ്പോൾ പോഷെയ്ത്താനെന്ന് പറഞ്ഞു. കാരണം അതൊരു മജ്ദൂബിന്റെ ഒരു അവസ്ഥയാണ്, ഹാരാണ്. അപ്പോൾ അള്ളാനാണോ പേടിക്കുന്നത്, CM-നാണോ പേടിക്കുന്നത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. നോമ്പ് നോച്ചിട്ടാണല്ലോ റമദാൻ കുടിക്കുന്നത്. പക്ഷെ മൂപ്പര് ശരീരം കുടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് കുടിക്കാത്ത വേറെ ഉണ്ടാവും ചിലപ്പോ. അത് നമുക്കറിയില്ലോ. അങ്ങനെ അക്കാലത്ത് അങ്ങനെ എത്ര സംഭവങ്ങൾ. മഹാനായ മടവൂർ CM വലിയുള്ളാഹി മജ്ദൂബാണ് എന്ന് മുഴുവൻ ആളുകളും, അക്കാലഘട്ടത്തിലുള്ള മുഴുവൻ ആളുകളും പറഞ്ഞു. അഥവാ ഏറ്റവും കൂടുതൽ മടവൂർ കാഫില എന്ന് പറഞ്ഞുകൊണ്ട് ആ കാസിമി, പിന്നെ സിറാജുദ്ദീൻ കാസിമി ഒരുപാട് ആളുകളെ പോയി കണ്ട്, ആളുകളടുത്ത് പോയിട്ട് പറഞ്ഞത് മുഴുവനും ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഈ മടവൂർ കാഫില പരിശോധിച്ച് നോക്കുമ്പോൾ അതിൽ ഉടനീളം പറയുന്നത്, ഓരോരുത്തരും പറയുന്നത് മഹാനായ മടവൂർ CM വലിയുള്ളാഹി മജ്ദൂബായിരുന്നു, ജദബിൻ്റെ ഹാലുണ്ടായിരുന്നു, മസ്താനായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. എന്നാൽ സത്യനൂഫി അല്ലേ അന്ന് മൊയ്‌ദി ശൈഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം ക്രോഡീകരിക്കാൻ വേണ്ടിക്കൊണ്ട് പല ആളുകളെടുത്തും പോയിട്ട് ഉണ്ടാക്കിയ കിതാബായ ബഹിജ കിതാബിൻ്റെ മേലെയാണ് ആരെയും പിന്നെ മടവൂർ കാഫില പ്രവർത്തനം എന്നാ പറഞ്ഞത്. എന്നാൽ ഈ മടവൂർ കാഫില നടത്തിയ ഇദ്ദേഹം ചെന്നു ചേർന്ന ആളുകൾ മുഴുവനും മടവൂർ മജ്ദൂബാണ് എന്ന് പറയുന്നു. എന്നാൽ ഈ മജ്ദൂബാണ് എന്ന് പറയുന്ന ഈ കാഫിലയെ തള്ളിപ്പറയുകയോ അതല്ലെങ്കിൽ അതിൻ്റെ ആളുകളെ വിമർശിക്കുകയോ ഒന്നും വട്ടൂരികൾ ചെയ്തിട്ടില്ല. വട്ടൂരികൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ബുക്കിലെഴുതിയ ലേഖനത്തിൽ ഒരു 4 വരി കണ്ടപ്പോൾ അത് സ്റ്റേജിൻ്റെ മുകളിൽ വെച്ചുകൊണ്ട് വരെ കീറി വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ രോഗം എന്താണ് എന്നുള്ളത് ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും അറിയാൻ ഔഷാദേ, ലോകത്തുള്ള ആളുകൾക്ക് മുഴുവനും അറിയാം പമ്പൈസേ, നിങ്ങൾക്കുള്ള രോഗം എന്താണ് എന്നുള്ളത്. നിങ്ങൾ മടവൂരിനെ സ്നേഹിച്ചു കൊണ്ടല്ല ഈ പണി നടത്തുന്നത് കേട്ടോ. മടവൂരിനെ ജനസമുദ്രത്ത് കൊച്ചാക്കാൻ വേണ്ടി കൊണ്ട് ഇറങ്ങി തിരിച്ച
വൃത്തികെട്ടവന്മാരാണ് നിങ്ങൾ. ആ മടവൂരിൻ്റെ ശാപം മുഴുവനും പേറിക്കൊണ്ടല്ലാതെ നിങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് ജീവൻ പോകൂല എന്നുള്ള കാര്യം ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പാണ് കേട്ടോ.